ഇതൊരു സ്പൂൺ മാത്രം മതി കേട്ടോ ചോറുണ്ണാനായിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വേറെ കറിയൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു 10-12 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഉള്ളിയാണ്. തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് അതുപോലെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കണം. അതുപോലെ ഇങ്ങനെ ഓരോന്ന് മുറിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ അത്രയും അളവിലെടുക്കാം. അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഈ ഉള്ളി ഒന്ന് വറുത്തെടുക്കണം. ഉള്ളി ശരിക്കും ഒന്ന് വറുത്ത് നല്ലപോലെ കളറെല്ലാം മാറി തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം അതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇതുപോലെ ഇത്രയും ആയി കഴിഞ്ഞ് കഴിയുമ്പം വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതേ പാനിൽ തന്നെ ഒരു 4-5 ചുമന്ന മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇഷ്ടമുള്ള അളവിൽ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം ഇത് പകുതി മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പം അതിലേക്ക് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി കൂടി ചേർത്ത് കൊടുക്കണം. മുളകിൻ്റെക്ക് ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പുളിയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുളി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഉള്ളിയുടെ കൂടെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഇത് ശരിക്കും ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ തിരുമിയ തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ അധികം വേണ്ട, വളരെ കുറച്ച് മതി. ഇതുപോലെ ഇങ്ങനെ ഇത്ര അളവിൽ മാത്രം മതി. ആ തേങ്ങയിലേക്ക് നമ്മൾ ഈ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ഇതൊന്ന് ശരിക്കും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ചതച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിൽ ചോറിനെല്ലാം കൂട്ടാനായിട്ട് നല്ലൊരു മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ചോറിന് കൂട്ടാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മുളക് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി ചോറിനാനായിട്ട്. അപ്പോൾ ചോറ് വിളമ്പാൻ പോവുകയാണ്. വേറെ കറിയൊന്നും വേണമെന്നില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇത് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുതേ.